സ്വർണ്ണമോഷണത്തിൽ കണക്കുകൾ അടിമുടി പിഴച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. സ്വർണ്ണമോഷണത്തിൽ ഏതായാലും ദേവസ്വം വിജിലൻസ് നിർണായക കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. അത് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ചെന്നൈയിൽ എത്തും മുൻപ് സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം മാറ്റി എന്നത് തന്നെയാണ് നിഗമനം. സ്വർണം കാണാതായതിൽ അന്നത്തെ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നുകൂടിയാണ് വിജിലൻസിന്റെ ഇടക്കാല റിപ്പോർട്ടിൽ പറയുന്നത്. അതിലൊരു ഉദ്യോഗസ്ഥനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് ചെമ്പെന്ന് രേഖപ്പെടുത്തിയതിലാണ് നടപടി, സ്വർണ്ണമോഷണത്തിലല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. പാളികൾ ഏതായാലും പോറ്റിക്ക് കൈമാറിയതിനു ശേഷം ചെന്നൈയിൽ എത്തിക്കാനെടുത്ത കാലതാമസം അതടക്കം ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. നമുക്കത് വിശദമായി തന്നെ പരിശോധിക്കാം. എന്നാണ് സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുക്കുന്നത്? 2019 ജൂലൈ 19 സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുക്കുന്നത്. അന്ന് അതിന്റെ ഭാരം എന്ന് പറയുന്നത് 42.8 കിലോഗ്രാമാണ്. ആ സ്വർണ്ണപ്പാളികളുടെ ഭാരം എന്ന് പറയുന്നത്. അതായത് ഈ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത് സ്വർണം പൂശുന്നതിന് വേണ്ടി ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തി പോറ്റിക്ക് കൈമാറുന്നു. അത് പൂശുന്നതിന് വേണ്ടി കൈമാറുമ്പോൾ ഉണ്ടായിരുന്ന ഭാരം എന്ന് പറയുന്നത് 42.8 കിലോഗ്രാം എന്നതാണ് ഭാരം. നമുക്കറിയാവുന്നതുപോലെ ജൂലൈ 20 ഈ പാളികൾ പോറ്റിക്ക് കൈമാറുന്നത്. 19 അഴിച്ചെടുക്കുന്നു. പാളികൾ കൈമാറുന്നത് ജൂലൈ 20 ഈ പാളികൾ ചെന്നൈയിൽ എത്തിക്കുന്നത് നോക്കൂ, ജൂലൈ 20 നിന്നും 39 ദിവസം എടുത്തുകൊണ്ടാണ് ഈ പാളികൾ ചെന്നൈയിൽ എത്തിക്കുന്നത്. അത് 2019 ഓഗസ്റ്റ് 29 ചെന്നൈയിൽ എത്തിക്കുന്നത്. 39 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നോക്കൂ, ദീർഘ യാത്രയുണ്ടോ എന്നാണ്. 39 ദിവസം വേണോ ചെന്നൈയിൽ എത്താൻ എന്നതാണ് ചോദ്യം. അന്ന് ഭാരം എന്ന് പറയുന്നത് 38.25 കിലോഗ്രാം എന്നാണ്. 4 കിലോയിലധികം ഭാരം കുറഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2019 സെപ്റ്റംബർ ആദ്യവാരം പാളികളുമായി പോറ്റി നാട്ടിലേക്ക് മടങ്ങി എന്നതാണ് പറയുന്നത്. ഏതായാലും ഈ 39 ദിവസത്തെ ദുരൂഹത അത് തന്നെയാണ് കോടതി ഇന്നലെ ചോദിക്കുകയും ചെയ്തത്. നമുക്കറിയാവുന്ന പോലെ 2019 സെപ്റ്റംബറിലാണ് പാളികളുമായി, പിന്നീട് സ്വർണം പൂശിയ പാളികളുമായി കോട്ടയത്തേക്ക് എത്തുന്നത്. അതിൽ 2019 സെപ്റ്റംബർ 9 കോട്ടയത്തെ ഇളമ്പള്ളി ക്ഷേത്രത്തിൽ ദർശനത്തിന് വെച്ചു. അന്നാണ് വലിയ പൂജയൊക്കെ നടന്നത്. അന്നാണ് നടൻ ജയറാമും ഒപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറും ഒക്കെ തന്നെ പങ്കെടുത്ത് വലിയ പൂജയോടെ ഈ പാളികൾ കോട്ടയത്തെ ഇളമ്പള്ളി ക്ഷേത്രത്തിൽ എത്തിക്കുന്നത്. ദേവസ്വം ബോർഡ് ഏറ്റുവാങ്ങുന്നത് 2019 സെപ്റ്റംബർ 11 ദേവസ്വം ബോർഡ് ഏറ്റുവാങ്ങുകയും ചെയ്യുന്നത്. അതായത് കോടതി ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു സംശയം, ദേവസ്വം വിജിലൻസിന്റെയും പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് ശബരിമലയിൽ നിന്നും ഈ പാളികൾ ചെന്നൈയിൽ എത്തിക്കുന്നതിന് വേണ്ടി എടുത്ത സമയം അത് 39 ദിവസമാണ്. ഈ ദിവസങ്ങളിൽ എവിടെയൊക്കെ പൂജ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ സ്വർണം നഷ്ടമായിരിക്കുന്നത്, ഈ തൂക്കക്കുറവ് എങ്ങനെയുണ്ടായി, അങ്ങനെ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും പറയുന്നു ചെമ്പുപാളികളാണ് തനിക്ക് കൈമാറിയതെന്ന്. മഹസറിലും അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു ചെമ്പുപാളികളെന്ന്. ഇപ്പോഴിതാ നടപടി വന്നിരിക്കുന്നതും അതിൽ തന്നെയാണ്. സ്വർണ്ണപ്പാളികൾ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് എന്തിനെന്ന ചോദ്യമാണ് ബാക്കി വരുന്നത്. ഈ കുറഞ്ഞ തൂക്കത്തിലുള്ള സ്വർണം അതെവിടെ പോയി, എന്തിനാ ഈ 39 ദിവസത്തെ കാലതാമസം വരുത്തി, അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ ദിവസം ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തെങ്കിലും പലതരത്തിലുള്ള പൊരുത്തക്കേടുകൾ ഈ മൊഴികളിലൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച റിപ്പോർട്ട് കൈമാറുന്നതിന് മുൻപ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തേക്കുമെന്നാണ് നമുക്കറിയുന്നത്. ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം നീളുന്നു. ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട സഹായം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നിഗമനം. അങ്ങനെയെങ്കിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചത്? ഒരാളിൽ മാത്രം നടപടി ഒതുങ്ങുമോ? മറ്റാരിലേക്കൊക്കെ, ഏതൊക്കെ ഉന്നതരിലേക്ക് അന്വേഷണം നീളും എന്നുകൂടി അറിയണം.